ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഇത് എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. അതായത് ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് എങ്ങനെയാണ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഇപ്രകാരം വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി, അതായത് താഴെ മൈ കമ്മ്യൂണിറ്റി എന്ന് കാണാം. അതുപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ഗ്രൂപ്പ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്രകാരം നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഇത് ബാക്ക് ചെയ്തതിന് ശേഷം മൈ കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായി ഒരു 3 ഡോട്ട് വന്നിരിക്കുന്നത് കാണാം. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഇൻഫോ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഇൻഫോ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് കമ്മ്യൂണിറ്റി, അതിനു താഴെയായി ഡീആക്ടിവേറ്റ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്നെല്ലാം എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് ഈ എക്സിറ്റ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് ഈ അവസാന ഓപ്ഷനായ ഡീആക്ടിവേറ്റ് കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദിസ് ആക്ഷൻ കനോട്ട് ബി അൺഡൺ, ഗ്രൂപ്പ് വിൽ ബി ഡിസ്കണക്റ്റഡ്, അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് വിൽ ബി ക്ലോസ്ഡ്, കമ്മ്യൂണിറ്റി ഇൻഫോ വിൽ ബി ഡിലീറ്റഡ്. അതായത് ഗ്രൂപ്പ് ഡിസ്കണക്റ്റ് ആവും, അതുപോലെ നമ്മുടെ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് എല്ലാം തന്നെ ക്ലോസ് ആവും, കമ്മ്യൂണിറ്റി ഇൻഫോ ഇതെല്ലാം തന്നെ ഡിലീറ്റ് ആകും. ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡീആക്ടിവേറ്റ് എന്നതിൽ വീണ്ടും പ്രസ് ചെയ്യാം. അതിനുശേഷം ഡീആക്ടിവേറ്റ് എന്ന് വീണ്ടും പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡീആക്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി എന്ന് വന്ന് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹോം പേജിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള സ്ക്രീനാണ് കാണാൻ സാധിക്കുക. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ എല്ലാം ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇപ്രകാരമാണ് നിങ്ങളുടെ വാട്സപ്പിലെ കമ്മ്യൂണിറ്റി എല്ലാം ഡീആക്ടിവേറ്റ് ആക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്